പാലപ്പിള്ളി ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. പിള്ളത്തോടിന് സമീപമാണ് പുലിയിറങ്ങിയത്. അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷന് സമീപത്ത് കാട്ടാനയിറങ്ങി. പോലീസുകാർ ബഹളം വെച്ച് ആനയെ തുരത്തി. സംസ്ഥാനത്തെ മാലിന്യമുക്ത നവകേരളം പദ്ധതി രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി കെ രാജൻ. നിയമങ്ങളും ചട്ടങ്ങളും കാട്ടി ഉദ്യോഗസ്ഥർ ജനങ്ങളെ ഭയപ്പെടുത്തരുതെന്നും മന്ത്രി കെ രാജൻ. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി നിഖിലാണ് അറസ്റ്റിലായത്. ചാലക്കുടിയിൽ വീട്ടമ്മയെ പീഡിപ്പിക്കുകയും 13 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വെള്ളാങ്കല്ലൂർ സ്വദേശി നടുവളപ്പിൽ പ്രജിത്താണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷന് സമീപത്തെ പറമ്പിലാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന കൊമ്പനെത്തിയത്. കഴിഞ്ഞ ദിവസം ഇതേ കാട്ടാനയിറങ്ങി ട്രൈബൽ ഹോസ്റ്റലിലെ കവുങ്ങുകളും തെങ്ങുകളും മറിച്ചിട്ടിരുന്നു. പോലീസുകാർ ബഹളം വെച്ചാണ് ആനയെ തുരത്തിയത്. മേഖലയിൽ കാട്ടാന ശല്യം പതിവായിരിക്കുകയാണ്. പാലപ്പിള്ളി പിള്ളത്തോടിന് സമീപം പുലിയിറങ്ങി. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഇതുവഴി വന്ന ബൈക്ക് യാത്രക്കാരന്റെ മുൻപിലൂടെയാണ് പുലി ഓടിപ്പോയത്. തോട്ടത്തിൽ നിന്ന് റോഡിലേക്ക് ചാടിയ പുലി തൊട്ടടുത്ത തോട്ടത്തിലേക്ക് പോയതായി പറയുന്നു. 2 ദിവസം മുമ്പ് നടാപ്പാടം ഗേറ്റിന് സമീപത്തെ തൊഴിലാളികളുടെ പാടിക്ക് സമീപം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. നേരത്തെ പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിലെ തോടിന് സമീപത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ പുലിയെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പാലപ്പിള്ളി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പുലിയുടെ ആക്രമണം പതിവായിരിക്കുകയാണ്. വലിയ കുളത്ത് തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി 2 ദിവസമാണ് പുലിയിറങ്ങിയത്. പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായതോടെ പുലിയെ പിടികൂടാനുള്ള കൂട് എത്രയും വേഗം സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിയമങ്ങളും ചട്ടങ്ങളും കാട്ടി ഉദ്യോഗസ്ഥർ ജനങ്ങളെ ഭയപ്പെടുത്തരുതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കരുതലും കൈത്താങ്ങും ചാവക്കാട് താലൂക്ക് തല അദാലത്ത് ഗുരുവായൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത്രയും വർഷത്തിനിടെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കേരളം പുതിയ പദ്ധതികളിലേക്ക് കടന്ന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയും അതിദരിദ്രരില്ലാത്ത കേരളം പദ്ധതിയും രാജ്യത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. എനിക്ക് അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മുരളി പെരുന്നലി MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൺലൈനായി ലഭിച്ച 253 പരാതികളിൽ 248 എണ്ണം പരിഗണിച്ചു. പുതുതായി 183 പരാതികളും ലഭിച്ചു. 13 പട്ടയങ്ങളും 20 റേഷൻ കാർഡുകളും അദാലത്തിൽ വിതരണം ചെയ്തു. ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധം കേരളം പുതിയ പദ്ധതികളിലേക്ക് കടന്നു അഭിമാനകരമായ വിധത്തിലുള്ള മുന്നോട്ടുപോക്ക് നടത്തി വരികയാണ്. ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിലൊന്നായിട്ടുള്ള അതിദരിദ്രം അനുഭവിക്കുന്ന മനുഷ്യരെ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പൂർണമായ വിടുതലിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ദാരിദ്ര്യ വിമുക്ത കേരളവും മാലിന്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന മാലിന്യമുക്ത നവകേരളവും ഈ 2 ആശയങ്ങൾ കൂടുതൽ പ്രസക്തിയോടെ കേരളം ഉയർത്തിപ്പിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളം എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും നൽകാവുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമുള്ള നാടാക്കി മാറ്റലാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി തച്ചമ്പിള്ളി വീട്ടിൽ നിഖിലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഏപ്രിലിൽ 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ നിന്നും നാട് കടത്തപ്പെട്ട നിഖിൽ കൊരട്ടി കുന്നപ്പിള്ളിയിൽ എത്തിയതെറിഞ്ഞാണ് പോലീസ് പിടികൂടിയത്. 14ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊരട്ടി പോലീസ് ഇൻസ്പെക്ടർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർമാരായ MJ സജിൻ, റിജിമോൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SI VR രഞ്ജിത്ത്, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സജീഷ് കുമാർ, ജിതിൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടിയിൽ വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും 13 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വെള്ളാങ്കല്ലൂർ സ്വദേശി നടുവളപ്പിൽ പ്രജിത്തിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി K സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2018-ലാണ്
പരിയാരം സ്വദേശിയായ വീട്ടമ്മയെ പ്രജിത്ത് പരിചയപ്പെട്ടത്. ഇയാൾ ഓടിക്കുന്ന ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായിരുന്നു വീട്ടമ്മ. പിന്നീട് ഇവർ പ്രണയത്തിലായി. പലപ്പോഴായി വീട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പ്രതി പണയപ്പെടുത്തുകയും ചെയ്തു. പണയം വെച്ച സ്വർണം തിരികെ നൽകാൻ യുവതി ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറിയെന്നും പരാതിയിൽ പറയുന്നു. ഒല്ലൂർ സെന്റർ വികസനത്തിന്റെ ഭാഗമായി മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടന്നു. ഒല്ലൂർ സെന്ററിൽ നിന്നുള്ള 5 റോഡുകൾ വീതി കൂട്ടുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഭൂമിയും കച്ചവടവും നഷ്ടപ്പെടുന്നവരുടെ യോഗം 29-ന് ചേരും. തുടർന്നാണ് കല്ലിടൽ നടക്കുക. നഷ്ടപരിഹാരം നൽകാനുള്ളവരുടെ വിവരങ്ങൾ തയ്യാറാക്കുന്നത് ഇതിന് ശേഷമാണ്. നഷ്ടപരിഹാരം നൽകുന്നതിനായി ഇതിനകം 55 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 10 കോടിയും ഇതിനായി വിനിയോഗിക്കും. 60ഓളം പേർക്കാണ് ഭൂമി നഷ്ടപ്പെടുന്നത്. കച്ചവടം നഷ്ടപ്പെടുന്നവർക്ക് കാർപ്പേട്ട റോഡിലും വ്യവസായ എസ്റ്റേറ്റിനു മുന്നിലും താൽക്കാലികമായി ഷെഡ് നിർമ്മിച്ചു നൽകി കച്ചവടത്തിന് അവസരം നൽകും. ഇപ്പോൾ സോണൽ ഓഫീസും മാർക്കറ്റും സ്ഥിതി ചെയ്യുന്നിടത്ത് കെട്ടിടം നിർമ്മിച്ച് അവിടെ സ്ഥലം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സർവകക്ഷി യോഗത്തിലെത്തിയ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പിന്തുണ അറിയിച്ചു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ വർഗീസ് കണ്ടംകുളത്തെ അധ്യക്ഷത വഹിച്ചു. ADM ടി മുരളി, കൌൺസിലർമാരായ CP പോളി, കരോളിൻ ജെറീഷ്, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ബാബു തച്ചനാടൻ, LA മോഹനൻ, റിസൺ വർഗീസ്, മോളി ഫ്രാൻസിസ്, ജെറീഷ് പെരിഞ്ചേരി, ജോസഫ് കാരാക്കട, മേഴ്സി ആന്റണി, മാർട്ടിൻ ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു. വാർത്തയിലേക്ക്. ആരോരും സംരക്ഷിക്കാനില്ലാതെ അതീവ ഗുരുതരാവസ്ഥയിൽ തെരുവിൽ അലഞ്ഞ നായയ്ക്ക് വിദഗ്ധ ചികിത്സയിലൂടെ പുനർജന്മം. വെജീന ട്യൂമർ ബാധിച്ചതിനെ തുടർന്ന് മരണത്തെ മുന്നിൽ കണ്ട് വേദന തിന്ന് കഴിഞ്ഞിരുന്ന നായയെ കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്ന് മൃഗസ്നേഹിയായ ടൂറിസ്റ്റ് ഗൈഡ് അജിത ഉണ്ണികൃഷ്ണൻ കണ്ടെത്തിയതോടെയാണ് ഈ തെരുവുനായയുടെ ദുരിത ജീവിതം വഴിമാറുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 17-നാണ് അജിത മായ എന്ന് പേരിട്ട നായയെ തെരുവിൽ നിന്നും ഏറ്റെടുക്കുന്നത്. വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ ശേഷം ഒടുവിൽ എറണാകുളത്തെ ഡോക്ടർ സു എന്ന ആശുപത്രിയിൽ എത്തിച്ച നായയെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കി. മാസങ്ങൾ നീണ്ട പരിചരണത്തിലൂടെ മായ തന്റെ ആരോഗ്യം വീണ്ടെടുത്തു. സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങിവന്ന നായയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അജിത ഉണ്ണികൃഷ്ണൻ. അവശത അനുഭവിക്കുന്ന ഡോഗുകളെ സ്വന്തം രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല എന്നാൽ കഴിയുന്നത്. അങ്ങനെ റെസ്ക്യൂ ചെയ്ത ഒരു 5 ഡോഗുകൾ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. ഇവൾക്ക് ഞാൻ ഇട്ടേക്കുന്ന പേര് മയാഹ് എന്നാണ്. അതൊരു ഹിബ്രു വേർഡാണ്. പക്ഷേ ഇവളെ നമ്മൾ വിളിക്കും മായ. അപ്പോൾ മായ ഇനി സന്തോഷമായിട്ട് മറ്റൊരു ഷെൽട്ടറിലോട്ട് പോവുകയാണ്. ഇനി അവളെ ജീവിതം തെരുവിലല്ല, നല്ല കരങ്ങളിലാണ് അവൾ എത്താൻ പോകുന്നത്. മാസങ്ങളോളം രോഗാവസ്ഥയിൽ വലഞ്ഞ നായയെ ആരും കണ്ടഭാവം നടിച്ചിരുന്നില്ല. എന്ന് വേണമെങ്കിലും മരണം സംഭവിക്കാമെന്ന അവസ്ഥയിൽ നിന്നാണ് അജിതയുടെ നല്ല മനസ്സ് മായയെ കരുതലോടെ ചേർത്ത് പിടിച്ചത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ചാവക്കാട് ചേറ്റുവ റോഡിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചേറ്റുവ ഭാഗത്തു നിന്ന് ചാവക്കാട് ഭാഗത്തേക്ക് വന്നിരുന്ന ടോറസും അതേ ദിശയിൽ വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ചാവക്കാട് മണത്തലയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 25 കോഴികൾ ചത്തു. മണത്തല മണികണ്ഠൻ റോഡിൽ കൂർക്കപ്പറമ്പിൽ പ്രസാദന്റെ വീട്ടിലെ വളർത്തുകോഴികളാണ് ചത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. നായ്ക്കളുടെ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തുവന്ന് നോക്കിയപ്പോഴാണ് 10ഓളം തെരുവ് നായ്ക്കൾ കോഴികളെ ആക്രമിക്കുന്നത് കണ്ടത്. ഏറെ കാത്തിരിപ്പിനൊടുവിൽ കടപ്പുറം പഞ്ചായത്തിലെ ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. കടപ്പുറം ഇരട്ടപ്പുഴ GLP സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും പുതിയ സ്കൂൾ ബ്ലോക്ക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 99.8 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആദ്യനില കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത്. പുതിയ സ്കൂൾ ബ്ലോക്കിനായി 1 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ വലിയകത്ത്, കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷെ ആ തെറ്റിദ്ധാരണ തിരുത്തി മുന്നോട്ട് പോകാനാണ് കേരളം പരിശ്രമിക്കുന്നത്. നമ്മുടെ കൊച്ചുകുട്ടികളാണ് LP സ്കൂളിൽ. പഠനം പാൽപ്പായസം പോലെ മധുരിക്കണം, എന്നാലേ കുട്ടികള് പഠിക്കുള്ളൂ. വില്ലടം സെന്റ് തോമസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ഫീസ്റ്റ് സംഘടിപ്പിച്ചു. 100ഓളം കുട്ടികൾ അണിനിരന്ന ബോൺ നതാലെ അരങ്ങേറി. 3 ദിവസങ്ങളിലായി നടന്ന ആഘോഷ പരിപാടിയിൽ കരോൾ ഗാന മത്സരം, ബാൻഡ് മേളം എന്നിവ നടന്നു.
പാപ്പ ഡാൻസ് മത്സരവും ഗായക സംഘം അവതരിപ്പിച്ച കരോൾ മ്യൂസിക് നൈറ്റും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വികാരി ഫാദർ ഫ്രെജോ വാഴപ്പിള്ളി, ജനറൽ കൺവീനർമാരായ ബിനോയ് ചൂണ്ടൽ, ഫെർണാണ്ടോ വിൽസൺ, ജിഷ ഷാജി, ജോസഫ് തൈക്കാടൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ ചെറുതുരുത്തി പുതുശ്ശേരി ഭാരതപ്പുഴ ശ്മശാനം കടവിലാണ് ഇന്ന് രാവിലെ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മീൻ പിടിക്കാൻ വന്നതാകാമെന്ന് സംശയിക്കുന്നു. കരയിൽ ഊരിവെച്ച വസ്ത്രങ്ങളും മീനും കിടക്കുന്നുണ്ട്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മലയോര മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് സർക്കാർ കാണുന്നതെന്ന് കെപിസിസി സെക്രട്ടറി എ പ്രസാദ് ആരോപിച്ചു. വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക, കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി.ജി. ജയദീപ് അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി എൻ.ആർ. സതീശൻ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി.എൻ. വൈശാഖ്, എസ്.എ. ആസാദ്, ജയൻ മംഗലം തുടങ്ങിയവർ നേതൃത്വം നൽകി. നാലാം വയസ്സിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഇഷാൻ അബിദ് അക്ബർ 38 സെക്കൻഡ് കൊണ്ട് ശരീരത്തിലെ എല്ലാ അസ്ഥികളുടെയും പേര് പറഞ്ഞാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടം കരസ്ഥമാക്കിയത്. ഇരിങ്ങാലക്കുട കിഴുത്താണി തളിയപ്പാടത്ത് വീട്ടിൽ ഡോക്ടർ അബിദ് അക്ബർ, ഡോക്ടർ ഹുസ്ന അബിദ് എന്നിവരുടെ മകനായ ഇഷാൻ കാട്ടൂർ അൽബാബ് സെൻട്രൽ സ്കൂളിൽ LKG വിദ്യാർത്ഥിയാണ്. ഇരുതലമൂരിയെ പിടികൂടി വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. കയ്പമംഗലം സ്വദേശികളായ ചിമ്മിണിയിൽ മുഹമ്മദ് മാലിക്, പുതുക്കാട്ടുപറമ്പിൽ അഷ്റഫ് ചാണ്ടി എന്ന് വിളിക്കുന്ന അജീഷ് എന്നിവരെയാണ് പട്ടിക്കാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ മാന്നാമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ AC റിജി, മാന്നാമംഗലം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M. ഷാജഹാൻ, ഫോറസ്റ്റർമാരായ MP സജീവ് കുമാർ, PK മുഹമ്മദ് ഷമീം തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മാളയിൽ വഴിയരികിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് അപകടകരമായ രീതിയിൽ KSEB താഴ്ത്തിവെച്ചതായി ആക്ഷേപം. പൂപ്പത്തി മഠത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ റോഡിലെ വളവിലാണ് ഫ്യൂസ് സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുതിയതായി മാറ്റി സ്ഥാപിച്ച ട്രാൻസ്ഫോമറിലെ ഫ്യൂസുകൾ 4 അടി ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് പോലും തൊടാവുന്ന നിലയിൽ അപകടകരമായ അവസ്ഥയിലാണ് ട്രാൻസ്ഫോമർ ചാർജ് ചെയ്തിട്ടുള്ളത്. ഫ്യൂസുകൾ ഉയർത്തി സ്ഥാപിച്ച് ചുറ്റും സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കിടപ്പ് രോഗികളുടെ അഭയകേന്ദ്രമായ പെരിങ്ങണ്ടൂർ പീസ് ഹോമിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ പോപ്ഷ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കൌൺസിലർമാരായ മധു അമ്പലപുരം, അനൂപ് കിഷോർ, ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി, സുപ്പീരിയർ സിസ്റ്റർ ആലീസ് പഴയവീട്ടിൽ എന്നിവർ പങ്കെടുത്തു. അതിരൂപത ലോഗോസ് ക്വിസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മഞ്ജുവിനെ ചടങ്ങിൽ അനുമോദിച്ചു. കലാസദൻ അന്തോണിക്കുട്ടിയുടെ ലഘുനാടകം അരങ്ങേറി. മാളയിൽ ഇശൽ സൺഡേ കൂട്ടായ്മ ഒരുക്കുന്ന കടവോത്സവം വ്യാഴാഴ്ച തുടങ്ങും. മാളക്കടവിൽ ഈ മാസം 31 വരെ നടക്കുന്ന കടവോത്സവത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. സംഘാടക സമിതി ഭാരവാഹികളായ AK സാദിഖ്, ജിബിൽ ചന്ദ്രൻ, CL പിന്റോ, KM അഷ്റഫ്, MP മുഹമ്മദ് റാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജവഹർ ബാലവിഹാർ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ അവധിക്കാല ദശദിന ഫുട്ബോൾ ക്യാമ്പിന് മാപ്രാണം കിക്ഷാക് അരീന സ്പോർട്സ് ടർഫ് കോർട്ടിൽ തുടക്കമായി. സംസ്ഥാന പ്രസിഡന്റ് സത്യൻ PB ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് ഡയറക്ടർ ഹരിദാസ് TV, രാനിഷ് K. രാമൻ, പ്രവീൺ രവീന്ദ്രൻ, സുനിൽ, പ്രസീത രാജേഷ്, ബിജു വെണ്ണാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. Halo.
ചാവക്കാട് പഞ്ചാരമുക്കിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലുവായ് ചക്കങ്കണ്ടം സ്വദേശി പൊന്നരാച്ചേരി വീട്ടിൽ രാധാകൃഷ്ണനെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാവക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിന്നി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാത്യു അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ നാനോ ക്രിബ് മത്സരം, ട്രീ നിർമ്മാണം, കാർഡ് നിർമ്മാണം, കരോൾ ഗാന മത്സരം എന്നിവ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. ജ്യോതി, അക്സ എന്നിവർ നേതൃത്വം നൽകി. പാവർട്ടിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OJ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ഹൌസിംഗ് ബോർഡ് സൊസൈറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട CA സണ്ണിയെ യോഗം ആദരിച്ചു. KTUC ജില്ലാ പ്രസിഡന്റ് AC ജോർജ്, ജില്ലാ സെക്രട്ടറി NJ ലിയോ, നിയോജകമണ്ഡലം പ്രസിഡന്റ് PJ ജോസ്, VJ വർഗീസ്, PL പോൾസൺ എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ 133 നമ്പർ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. വാർഡംഗം സലിജ സന്തോഷ്, വാർഡ് വികസന സമിതി കൺവീനർ KR സുകുമാരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ BK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പൌരാവലിയും സെന്റ് ഫ്രാൻസിസ് ഫൊറോന പള്ളിയും വടക്കാഞ്ചേരി നഗരസഭയുടെ സഹകരണത്തോടെ നടത്തിയ നത്താലെ ഫെസ്റ്റ് ഘോഷയാത്ര വർണ്ണാഭമായി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓട്ടുപാറ സെന്ററിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളുടെയും സംഗീതത്തിന്റെയും അകമ്പടിയിൽ പാപ്പമാരും നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നു. സമാപന സമ്മേളനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷനായി. കിഡ്നി രോഗികൾക്കായി നൽകുന്ന 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വിതരണം ചെയ്തു. നഗരസഭാ കൌൺസിലർമാർ ചേർന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അജിത് കുമാർ, കൌൺസിലർമാരായ PN വൈശാഖ്, ജിജി സാംസൺ, സന്ധ്യ കൊടക്കാടത്ത് എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഞായറാഴ്ച പള്ളിനായാട്ടു കഴിഞ്ഞ് തിരുവാറാട്ടും കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചെഴുന്നള്ളി വന്ന ഭക്തജനങ്ങളുടെ കൊടിക്കൽ പറയും സ്വീകരിച്ച് തൃപ്പുകയോടെ നടയടച്ച് പള്ളി കൊള്ളുന്നതോടെ ദേവസ്ഥാനത്തെ 30 നാൾ നടന്ന ദേവസ്ഥാനോത്സവത്തിന് സമാപനമാകും. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3197 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. പിള്ളത്തോടിന് സമീപമാണ് പുലിയിറങ്ങിയത്. അതിർപ്പിള്ളി പോലീസ് സ്റ്റേഷന് സമീപത്ത് കാട്ടാനയിറങ്ങി. പോലീസുകാർ ബഹളം വെച്ച് ആനയെ തുരത്തി. സംസ്ഥാനത്തെ മാലിന്യമുക്ത നവകേരളം പദ്ധതി രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി K രാജൻ. നിയമങ്ങളും ചട്ടങ്ങളും കാട്ടി ഉദ്യോഗസ്ഥർ ജനങ്ങളെ ഭയപ്പെടുത്തരുതെന്നും മന്ത്രി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി നിഖിലാണ് അറസ്റ്റിലായത്. ചാലക്കുടിയിൽ വീട്ടമ്മയെ പീഡിപ്പിക്കുകയും 13 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വെള്ളാങ്കല്ലൂർ സ്വദേശി നടുവളപ്പിൽ പ്രജിത്താണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.